കറണ്ട് ഡീപ്പ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ട്രൂ ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് എനർജി എന്തായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സാലെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ വേണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതല്ല, പക്ഷെ നിങ്ങൾ തന്നെയാണ്. കുറച്ച് പേരെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് മാറി നിന്നിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മനഃപൂർവ്വമായിട്ട് ഈ റിലേഷൻഷിപ്പിന് ഒരു ബൈ പറഞ്ഞ് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ അവരാണെങ്കിലും നിങ്ങളാണിപ്പോൾ കുറച്ചുകൂടെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നത്. ബിക്കോസ് നിങ്ങൾ കുറേയധികം ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് ബ്രേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ട് അറിയുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ട് അറിയുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അവരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും ഒരു പക്ഷേ ഒരു പേഴ്സൺ ജെന്യുവൻ ആയിട്ടുള്ളൊരു വ്യക്തി ആണെങ്കിൽ തന്നെയും അവർ നിങ്ങളോട് ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുള്ള ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങളായിട്ട് തന്നെ അറിയുകയുണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ല റിയാലിറ്റി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അത്തരം ഒരവസ്ഥ വന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ബൈ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളും ഈ ഒരു സമയത്ത് ഒരുപാട് അധികമായിട്ട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ചോയ്സ് ആണ്, അല്ലെങ്കിൽ എന്ത് ഡിസിഷനാണ് ഇനി റിലേഷൻഷിപ്പിൽ എടുക്കേണ്ടതെന്ന് പോലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നത്, അവർക്ക് ഇനി ഇപ്പോൾ നിങ്ങൾ പുറമേ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനിയും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇനി ഒരു അവസരം കൊടുക്കില്ല എന്നൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുവരെ ഈ ഒരു കാര്യം അറിയുകയോ കാണുകയോ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു സംഭവം നടക്കുന്ന, ആ ഒരു സെപ്പറേഷൻ വരുന്ന ആ ഒരു സമയം വരെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് നിന്നിട്ടുള്ളത് ഭയങ്കര ജെന്യുവനായിട്ടായിരുന്നു. ഭയങ്കര കെയറും സ്നേഹവും ഒക്കെ തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു രീതിയിലും നിങ്ങൾക്ക് അത്തരം ഒരു കാര്യം, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ ആ റിയാലിറ്റി മനസ്സിലാക്കിയ ഒരു സമയത്ത് അങ്ങനെ ഒരു നേച്ചർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് പോലും നിങ്ങൾ മനസ്സാലെ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവരായിട്ട് തന്നെ അവരുടെ മിസ്റ്റേക്ക് അല്ല, അല്ലെങ്കിൽ അവർക്കത് പറ്റിപ്പോയതാണ്. എന്തെങ്കിലും കാര്യം ഹൈഡ് ചെയ്തതായിക്കോട്ടെ, എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയാൻ മറച്ചു വെച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കണ്ടതായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് അവരുമായിട്ട് ചെയ്തതല്ല എന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. അങ്ങനെ അല്ലാന്ന് തന്നെയാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ്. നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത്, ഇനി അവർ തിരികെ വന്ന് സോറി പറഞ്ഞ് തിരികെ വരുന്ന സമയത്ത് അവർക്ക് എന്താണെങ്കിലും ഒരു ചാൻസ് കൂടെ കൊടുക്കാം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ പുറമേ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഇത്രയും ജെന്യുവനായിട്ട് നിന്നിട്ടും നിങ്ങളെ അവർ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഇല്ല ഇനി ഒരിക്കലും റിലേഷൻഷിപ്പിലേക്ക് പോവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. രണ്ട് തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഒരു ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കണം എന്ന് കരുതി നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ സെൽഫ് ലവ് എന്നൊരു കാർഡ് ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കേണ്ട ഒരു സമയമാണ്. കൂടുതലും ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയാണ് ഫീൽ ആവുന്നത്. ഇവിടെ കൂടുതലും നിങ്ങളുടെ ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ എനർജി പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ കുറേ പേരെങ്കിലും ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം ഭയങ്കര ജെന്യുവനായിട്ട് എന്ന് കരുതി, അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ഏതൊരു സീക്രട്ടും, അല്ലെങ്കിൽ ഏതൊരു കാര്യവും ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു പേഴ്സണോടാണ്. സോ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു വ്യക്തി അറിയാണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ കണ്ട് കേട്ട് അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും
അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ളത്. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു റിയാലിറ്റി മനസ്സിലായ സമയത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു സമയം, ആ ഒരു ടൈമൊക്കെ നിങ്ങളിപ്പോൾ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇപ്പോൾ നിങ്ങൾ വിഷമത്തിലാണെന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. നിങ്ങളോട് പോലും നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന ഒരു സമയമായിരുന്നു. സോ നിങ്ങൾ ദൈവത്തോട് പോലും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പോലും നിങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്? ഒരുപാട് ഇത്രയധികമായിട്ടും ഒരുപാട് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും ഒരു ചീറ്റിംഗ് എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് പോലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ അത്തരം ഒരു എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ കുറേയൊക്കെ ഓവർകം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ജീവിത സാഹചര്യം കൊണ്ടിട്ട് നിങ്ങളിങ്ങനെ ഒരു നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് മരവിച്ചൊരവസ്ഥയാണ്. നിങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് അതറിയുള്ളൂ. കാരണം നിങ്ങൾ പുറമെ എല്ലാ കാര്യത്തിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് മാത്രം ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് നിങ്ങളിങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റക്കായി തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ തന്നെ ഹാപ്പിയായിട്ട് തന്നെ എൻഗേജ്ഡ് ആവുക. ഈ ഒരു പേഴ്സൺ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കൂടുതലും കിട്ടുന്നത്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. സോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു സമയത്ത് സെൽഫ് ലവ് മസ്റ്റായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണ്. സോ അത്രയധികമായിട്ട് നിങ്ങൾ വീക്കാണ്. നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസ് പോലും വന്നിട്ടുണ്ട്. ആ ഒരു സമയം തൊട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, BP വേരിയേഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഫുഡ് ശരിക്കും കഴിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഹെൽത്തൊക്കെ ഒട്ടും ഓക്കെ അല്ലാത്തൊരവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ആദ്യം കെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഹാപ്പിയാക്കി വെക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. സോ അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ലവ് കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ളതും റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കാർഡ്സൊക്കെ തന്നെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാർഡ്സാണ്. നിങ്ങളുടെ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്തത് എന്താണ്, ഒരുപാട് ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇവിടെ ഫീൽ ആകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു റിയാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു എന്തോ ഒരു കാര്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം അറിയുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നൊരു ടൈം വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഒരുപാട് സന്തോഷിച്ചിരുന്നൊരവസ്ഥയിൽ പെട്ടെന്നൊരു ദുഃഖം വന്നിട്ടുള്ളൊരു അത്തരമൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. സോ അവിടെ നിന്ന് നിങ്ങൾ ഇതുവരെയും റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ശാന്തമായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. സോ അതിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾ റിലാക്സ് ആയിട്ട് മുന്നിലേക്ക് വരേണ്ടതാണ്. അല്ലെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങൾ സ്പിരിച്വൽ വേരോടൊക്കെ മൂവ് ചെയ്യേണ്ട ഒരു ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ വിഷമിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാണ്ടിരിക്കുക.